ഞാൻ ഈ വീഡിയോക്കകത്ത് മുഴുവനായിട്ടും പറയുന്നത് ലവ് ബേഡ്സിനെ കുറിച്ചാണ്. അവരെങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, അവരുടെ ബ്രീഡിങ്, അവരെങ്ങനെ കെയർ ചെയ്യുക, അവരുടെ കേജ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പലരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് കേജ് എവിടെ സെറ്റ് ചെയ്യണമെന്നാണ് തീരുമാനിക്കുന്നത്. അതായത് ഒരുപാട് വെയിൽ ഡയറക്റ്റ് അടിക്കുന്നിടത്ത് വെക്കരുത്. ഇവർക്ക് ഒരുപാട് ചൂടടിച്ചു കഴിഞ്ഞാൽ കണ്ണിനകത്ത് ഇൻഫെക്ഷൻ ആകും. അതുമാത്രമല്ല ഇവരുടെ വെയിറ്റ് കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഡയറക്റ്റ് വെയിലടിക്കാത്ത എന്നാലും അത്യാവശ്യം വെയിൽ കൊള്ളുന്ന രീതിക്ക് തന്നെ കേജ് സെറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ കേജ് സെറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം, തറയിൽ നിന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വെക്കണം. അതായത് രാത്രി സമയമൊക്കെ ആകുമ്പോഴത്തേനും ഈ എലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് ഇവർ കേജിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവരുടെ ചിറകിലും കാലിലൊക്കെ പിടിച്ച് വലിച്ച് പുറത്തോട്ട് എടുക്കും. പൂച്ചയാണെങ്കിലും അതുപോലൊക്കെ ചെയ്യും. അതുകൊണ്ട് അത്യാവശ്യം ഹൈറ്റിൽ വെക്കാൻ ശ്രമിക്കണം. പിന്നെ ഉള്ളത് ഉറുമ്പിൻ്റെ ശല്യമാണ്. ഉറുമ്പിൻ്റെ ശല്യവും വരും. പോട്ടിനകത്ത് നമ്മുടെ ബ്രീഡിംഗ് ആയിട്ട് കുഞ്ഞ് വിരിഞ്ഞ് കിടക്കുക, അത് ഒരെണ്ണം ചത്തുപോയിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലടിച്ചിട്ടായിരിക്കും അടുത്ത് വരുന്നത്. ഈ ഉറുമ്പ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ എത്ര കുഞ്ഞുങ്ങളുണ്ടോ എല്ലാത്തിനും ഇവർ കഴിച്ചു കൊന്നുകളയും. പിന്നെ തെനയും സീഡൊക്കെ ആയിട്ട് ചെതറിപ്പോയതൊക്കെ നിലത്തൂടൊക്കെ കിടപ്പുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാതിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനും വരും. അതിന് കൂടെ എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക. നമുക്കിവരെ വീടിനുള്ളിലും വീടിന് പുറത്തും ഒരുപോലെ തന്നെ വളർത്താൻ പറ്റുന്ന ബേഡ്സാണ്. അതുകൊണ്ട് പുറത്തൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ കൂട് നല്ല രീതിക്ക് കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിക്ക് കേജ് സെറ്റ് ചെയ്യണം. തണുപ്പുള്ള സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇവർക്ക് അസുഖങ്ങൾ വരുന്നത്. ലവ് ബേഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് ഇവരെ ബ്രീഡ് ചെയ്യാനാണെങ്കിലും അല്ലാതെ ഓരോ പേര് തിരിച്ചിട്ടിട്ട് ബ്രീഡ് ചെയ്യാനാണെങ്കിലും ഈസി ആയിട്ട് ബ്രീഡാകും. നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ വിരിയിച്ച് തരുകയും ചെയ്യും. പിന്നുള്ളൊരു കാര്യം കേജിൻ്റെ സൈസാണ്. അതായത് ഒരു 3 പേരിനെയൊക്കെ വളർത്താനായിട്ട് ഒരു 2 അടി പൊക്കവും ഒരു 3 അടി നീളമുള്ള കേജൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് വളർത്താൻ പറ്റും. നിങ്ങൾ ലവ് ബേഡ്സിനെ മേടിച്ചിട്ട് അത്യാവശ്യം ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ബേഡ്സിനെ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ ബഡ്ജീസിനെ മേടിച്ചിട്ട് ബ്രീഡിങ് ചെയ്ത് നോക്കുക. അതായിരിക്കും ഏറ്റവും എളുപ്പം. മ്യൂട്ടേഷൻസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവരെ നോക്കാൻ ഒരു ഇച്ചിരി പാടാണ്. അതിൽ നല്ലത് നോർമലി മേടിച്ച് ചെയ്ത് നോക്കുന്നതാണ്. ഇവരെ ബ്രീഡ് ചെയ്ത് പഠിച്ചിട്ടാണെങ്കിൽ നമുക്ക് മ്യൂട്ടേഷൻസ് എടുത്താലും ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് വളർത്താൻ പറ്റും. നിങ്ങൾ ബേഡ്സിനെ മേടിക്കാൻ പോവുകയാണെങ്കിൽ അതിനകത്ത് പ്രായമുള്ള കിളികൾ കാണും, പ്രായം കുറഞ്ഞ കിളികളും കാണും. അപ്പം അത്യാവശ്യം കുഞ്ഞുങ്ങളായിട്ടുള്ളവരെ തന്നെ മേടിക്കാൻ ശ്രമിക്കുക. പ്രായമുള്ളതെന്ന് പറയുമ്പോൾ എല്ലാവരും ബ്രീഡിംഗ് ഒക്കെ ഒരു 2-3 ബ്രീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇതുങ്ങളെ കൊണ്ട് അവിടെ ഇടുന്നത്. അപ്പം അതിനെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് വെറുതെയാണ്. ബ്രീഡ് ആകുകയൊക്കെ ചെയ്യും, എഗ്ഗും ചെയ്യും, പക്ഷേ റിസൾട്ട് ഭയങ്കര കുറവായിരിക്കും. അതായത് ഒരു കുഞ്ഞൊക്കെ ചിലപ്പോൾ വിരിയുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ 2-3 വിരിയും. എന്നാലും കുഞ്ഞുങ്ങൾക്ക് ഒരു ആരോഗ്യമൊന്നും കാണത്തില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തന്നെ മേടിക്കാൻ നോക്കുക. കുഞ്ഞുങ്ങളെ മേടിച്ച് അത്യാവശ്യം വളർത്തി അതിൻ്റെ ബ്രീഡിംഗ് സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേനും അവരെ വിട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. നിങ്ങൾ ബേഡ്സിനെ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നേക്കാൾ നല്ലതായിട്ട് ബ്രീഡർമാരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ 2 ഷോപ്പിലായിട്ട് പോയി മേടിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു കൂട്ടിൽ കിടക്കുന്നത് ഒരു പേരൻസിൻ്റെ ആയിരിക്കും, അങ്ങനെ മിക്സ് ആയിട്ടായിരിക്കും ഇവർ കൊണ്ടിട്ടേക്കുന്നത്. നമ്മൾ മേടിക്കുമ്പോൾ നല്ല രീതിക്ക് നോക്കി മേടിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ചിലത് പറക്കത്തില്ലാത്തത്, ചിലതിന് സൈസ് കാണത്തില്ല, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരും. അംഗവൈകല്യമൊക്കെ വരും. ഇത് ഒരു പേരൻറ്റിൻ്റെ ഒക്കെ ആകുമ്പോൾ അങ്ങനെ വരും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മേടിക്കുന്നത്. ഈ പെറ്റ് ഷോപ്പിലെ ആൾക്കാരെ അറിയാവുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വെച്ച് മേടിച്ച് കഴിഞ്ഞാൽ അവർ നല്ല കുഞ്ഞുങ്ങളെ എടുത്ത് തരും. 2 പേരൻറ്റിൻ്റെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നുള്ളത് ഇവർക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവരുടെ കൂട്ടിനകത്ത് തെന എപ്പോഴും കാണണം. പിന്നെ ഇവർക്കായിട്ടുള്ള സീഡ് മിക്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഗോതമ്പ് കിളിർപ്പിച്ചത്, പയറ് കിളിർപ്പിച്ചത്, അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാം. വെജിറ്റബിൾസ് കൊടുക്കാം, അവർ നല്ല രീതിക്ക് കഴിക്കും. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കും. സാധാരണ ലവ് ബേഡ്സിനെ നമുക്ക് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ മെയിലും ഫീമെയിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി മേടിക്കണം. നമ്മൾ പിന്നെ ഇവരെ കൊണ്ടുവന്ന് ബ്രീഡിംഗ് ബോക്സും ഒന്നും വെച്ച് കൊടുക്കരുത്. ഇവർ അത്യാവശ്യം ഫുഡൊക്കെ കൊടുത്ത് അത്യാവശ്യം വലുതായി ബ്രീഡിങ്ങിൻ്റെ സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേനേ വെച്ച് കൊടുക്കാവുള്ളൂ. ഇവരുടെ ബ്രീഡിങ് സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇവരെ ശല്യം ചെയ്യാൻ പോകും. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇവരുടെ എഗ്ഗും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലവ് ബേഡ്സ് പിന്നെ ഡെയിലി എഗ്ഗ് ചെയ്യത്തില്ല. ഒരു ദിവസം ഇന്ന് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എഗ്ഗ് ചെയ്യില്ല, അതിൻ്റെ മറ്റന്നാൾ എഗ്ഗ് ചെയ്യും. അങ്ങനെ ആയിരിക്കും എഗ്ഗ് ചെയ്യുന്നത്. അത് വിരിയുന്നതും അതുപോലെ തന്നെ ആയിരിക്കും, ഓരോ ദിവസം ഇടവിട്ടായിരിക്കും വിരിയുന്നത്. പിന്നെ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ നെസ്റ്റ് ഔട്ട് ആകുമ്പോഴത്തേനും ഇവർ അടുത്ത ബ്രീഡിങ്ങിനായിട്ട് കയറും, എഗ്ഗ് ചെയ്യാനായിട്ട് കയറും. ഇവരിങ്ങനെ ബ്രീഡിങ് കഴിയുന്തോറും അടുത്ത ബ്രീഡിങ്ങിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് വിട്ടിട്ട് ബ്രീഡിങ്ങിന് ഇടുന്നതായിരിക്കും നല്ലത്. ഒരു 2 മാസമൊക്കെ ഇവരുടെ ബ്രീഡിംഗ് ബോക്സ് ഒക്കെ മാറ്റിയിട്ട് പിന്നെ ബ്രീഡിങ്ങിന് വിടുകയാണെങ്കിൽ നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് കിട്ടും. ഇവർ നോർമലായിട്ട് ഒരു 4 എഗ്ഗ് തൊട്ട് ഒരു 7 എഗ്ഗ് വരെ ഇടുവർ. ബേഡ്സ് മുട്ടയിട്ട് കഴിഞ്ഞ് 20 to 22 ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടും. ഇവർ ഓരോ ദിവസം ഇടവിട്ട് എഗ്ഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഇടവിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ വിരിയുന്നത്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ 35 to 40 ദിവസത്തിനുള്ളിൽ ഇവർ നെക്സ്റ്റ് ഔട്ട് ആകും കേട്ടോ. ഇവർ കുഞ്ഞുങ്ങളെ
കുഞ്ഞുങ്ങളായിട്ട് കിടക്കുന്ന സമയത്ത് തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, ചീര അങ്ങനെയുള്ള സാധനങ്ങൾ അരിഞ്ഞു കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ വലുതാകും. അവർക്ക് കൊണ്ട് ഫീഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഒരു ബ്രീഡിങ് കഴിയാനായിട്ട് ഒരു 3 മാസം സമയമെടുക്കും. ബേഡ്സ് എഗ് ചെയ്ത് ആ കുഞ്ഞുങ്ങൾ നെസ്റ്റ് ഔട്ടായി എൻ്റെ പേരൻസിൻ്റെ അടുത്തും നമ്മൾ മാറ്റുന്ന ടൈം വരെ ഒരു 3 മാസം സമയമെടുക്കും. ഒരു ബേഡ്സിനെ കുറിച്ച് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.